സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ കാഴ്ചകളാണ്. വരാപ്പുഴ പാലം മുതൽ ഇടപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വരാപ്പുഴ പാലത്തിലെ എക്സ്പാൻഷൻ ജോയിനിങ്ങിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരാപ്പുഴ പാലത്തിൻ്റെ പണികൾ മാത്രമാണ് ഈ ഒരു റീച്ചിൽ കാര്യമായിട്ട് ഇപ്പം നടന്നിട്ടുള്ളത് കേട്ടോ. എറണാകുളം ജില്ലയിലെ ദേശീയപാതയുടെ പണി തുടങ്ങിയ സമയത്തൊക്കെ നല്ല വേഗത്തിലായിരുന്നു പണികൾ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ സാധനങ്ങളൊന്നും കിട്ടില്ല പറഞ്ഞാണ്ട് പണി അങ്ങോട്ട് പറ്റ ലാഗായി. ഏതായാലും എങ്ങുമെത്താത്ത എറണാകുളം ജില്ലയിൽ കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഈ കാണുന്ന ഇതല്ല കേട്ടോ, മെട്രോ അല്ല, ഈ ഒരു വരാപ്പുഴ പാലം അതിൻ്റെ കാൻറ്റിലിവർ ബ്രിഡ്ജ്, നമ്മുടെ ഈ ഒരു ദേശീയപാത 66 ആദ്യമായിട്ടുള്ള കാൻറ്റിലിവർ ബ്രിഡ്ജാണ് ഈ കാണുന്ന വരാപ്പുഴ പാലം കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പറവൂര് ബൈപ്പാസിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എത്തിച്ചതാണ്. ഈ ഒരു തെക്ക് ഭാഗത്തുള്ള അവസാന വീഡിയോ പറവൂര് ബൈപ്പാസ് കൂനമ്മാവ് ഭാഗത്തെ ആ ഒരു കാഴ്ചകളായിരുന്നു. അവിടെ ഒന്നും കാര്യമായിട്ടൊരു പുരോഗതി ഇല്ല കേട്ടോ. ഇതിന് ശേഷം കേട്ട് ഈ ഒരു വള്ളുവള്ളി ആ ഭാഗത്തൊന്നും ഇങ്ങനെ മണ്ണിട്ട് കണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കണമെന്നല്ലാതെ നമ്മൾ ആ ഒരു മറ്റേ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് ഞാൻ ഇതിലൂടെ പാസ് ചെയ്തപ്പം കുറേ ഇത് ഇങ്ങനെ, അതായത് ഇപ്പോൾ 2-3 മാസമായി ഇതിൻ്റെ മേലെ ഈ ഒരു ബിറ്റ്മിൻ ചെയ്ത പണികളൊക്കെ കഴിഞ്ഞിട്ട്. ഇതാണ് കാൻറ്റിലിവർ. ഇത് കണ്ടെങ്കിൽ ആ ഒരു സ്പാൻ്റെ ലെങ്ത്തൊക്കെയാണ്, അതുകൊണ്ടാണ് ഇവിടെ കാൻറ്റിലിവർ കൊടുത്തിട്ടുള്ളത്. നാവിഗേഷൻ റൂട്ടാണത്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരാപ്പുഴ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് വരാപ്പുഴ ടൗണിലേക്ക് ഇങ്ങോട്ട് വരികയെന്നുണ്ടെങ്കിൽ ഇവിടെ 2 അണ്ടർപാസിൻ്റെ പണി അത് കുറേ കാലം മുമ്പ് അങ്ങനെ ആയിട്ടുണ്ട്. വേറെ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടില്ല. നമുക്ക് തോന്നുന്നു കുറച്ചും കൂടി പണി വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാട്ടോ. തൃശ്ശൂർ ജില്ലയിലാണ് ഇപ്പോൾ ദേശീയപാതയുടെ പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള ആലപ്പുഴ ജില്ലയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ ഒരു എറണാകുളം ജില്ലയിലെ വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം വരെ പോയിട്ട് തിരിച്ചു വരുള്ളൂ കേട്ടോ. നല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരും. മാറ്റങ്ങളില്ലാതെ അന്ന് പോയ അതേമാതിരിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ആ പുല്ലും കാടും മുളച്ചത് ഇങ്ങനെ കാണിച്ചിട്ട് എന്താ ഒരു കാര്യമില്ല. ഏതായാലും പണി നല്ല രീതിക്ക് അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കാണുന്ന ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ചെയ്യും. ഏതായാലും കുറച്ച് സ്ഥലത്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ കൊല്ലം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത് റോഡ് മാർഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദേശീയപാത 66 ആദ്യത്തെ കാൻറ്റിലിവർ ബ്രിഡ്ജാണ്. കേരളത്തിലെ തന്നെ ആദ്യത്തെ കാൻറ്റിലിവർ ബ്രിഡ്ജ് ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള കേരളത്തിലെ കാൻറ്റിലിവർ ബ്രിഡ്ജ്. നാവിഗേഷൻ റൂട്ടാണിത്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ. ആ ഒരു സ്പാൻ്റെ ലെങ്ത് ഒക്കെയാണ് ഇത്ര മീറ്റർ ഉണ്ടേനെന്ന് മറന്നുപോയി. ആദ്യം തുടങ്ങിയ സമയത്തൊക്കെ നല്ല ഓർമ്മ ഉണ്ടായിന്. അന്ന് ഇവരോട് ചോദിച്ചിട്ടാണ് പിന്നെ ചെയ്യൽ. കറക്റ്റ് സമയം കേട്ടോ. സ്പോട്ടിൽ അതിൻ്റെ അടിയിൽ കൂടെ വാട്ടർ മീറ്റർ പോയും ചെയ്തു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് സുഹൃത്തുക്കളെ. എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ നിലവിലുള്ള പാലം 2 വരിപ്പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വരാപ്പുഴ പാലത്തിന് കുറുകെ പുതിയ 6 വരിപ്പാതയും വരുന്നത് കേട്ടോ. അതായത് 3+2 ആ ഒരു രീതിയിലാണ് ഇവിടെയും ട്രാഫിക് കടന്നു പോകുക. നിലവിലുള്ള നല്ല പാലങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ 6 വരി കടന്നു പോകുന്നത് കേട്ടോ. 3+2 മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിൽ പിന്നെ ആ 2 വരിയുള്ളത് 3 വരി ആക്കുന്ന പണികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലും ഇപ്പോൾ പണി കഴിഞ്ഞ സ്ഥലത്ത് ചില പാലങ്ങൾ 2 പാലങ്ങൾ പൊളിച്ചിട്ടുണ്ട്. കുമ്പള പാലവും അതേപോലെ മഞ്ചേശ്വരത്തുള്ള ആ ഒരു ചെറിയൊരു പാലവും ഉപ്പള കഴിഞ്ഞതിന് ശേഷമുള്ള ചെറിയൊരു പാലം കേട്ടോ. ബാക്കിയുള്ള എല്ലാ പാലങ്ങളും 3+2 കടന്നു പോകുന്നത്. എന്താല്ലേ ഇതൊക്കെയാണ് ചുറ്റും കായലും അതിന് അടി കൂടെ ഇങ്ങനെ ഒരു 6 വരിപ്പാത ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി വേറെ ലെവൽ തന്നെയാണ്. പക്ഷേ കാറിൽ സഞ്ചരിക്കുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റൂല. ക്രാഷ് ബാരിയർ വെള്ളയും കറുപ്പ് കളർ മാത്രം ഇങ്ങനെ കാണാം. ഇവിടെ വളഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. പാലത്തിനോട് ചേർന്നിട്ടുള്ള 2 ഭാഗത്തും ഇപ്പോൾ വരാപ്പുഴ ടൗണിൽ ആ ഒരു ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ചേരനല്ലൂർ ഈ ഒരു ഭാഗത്തേക്കാണെന്നുണ്ടെങ്കിലും ഇവിടെ പാലത്തിൻ്റെ ഒരു അപ്രോച്ച് റോഡ് ഉണ്ട്. അതായത് പാലം പെട്ടെന്ന് പണി കഴിഞ്ഞ് ഇതിലൂടെ തുറന്നു കൊടുത്ത് ഇതിൽ കൂടെ ഈ ഒരു പുതിയ പാലത്തിൽ കൂടെ ഇപ്പോൾ ട്രാഫിക് വിടണം. അതിന് വേണ്ടിയിട്ടുള്ള പണികളാണ്. അതിൻ്റെ കുറച്ച് പണികളവിടെ നടന്നിട്ടുണ്ട്. ചേരനല്ലൂർ അണ്ടർപാസിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഫ്ലൈ ഓവർ വരുന്നുണ്ട്. കാര്യമായിട്ട് ഒരു പുരോഗതിയും നെഹിയെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാര്യമായിട്ടൊരു പുരോഗതി നെഹിയെ എന്ന് പറയാനേ ടൈമുണ്ടാവുള്ളൂ. കാരണം മറ്റുള്ള സ്ഥലത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയുടെ തുടക്കത്തിൽ ചാവക്കാട് വരെയുള്ള വീഡിയോ ചെയ്തപ്പോൾ നല്ല വേഗത്തിൽ നല്ല മാറ്റങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാൻ സാധിച്ചു. പക്ഷേ ഇവിടെ അത് പറയാൻ സാധിക്കുന്നില്ല. ഇന്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ നേരെ പോകുന്ന ഇടപ്പള്ളിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് പോകുന്നത്. സിഗ്നൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെയും അതേപോലെ കുന്നുംപുറം ജംഗ്ഷനിലുള്ള സിഗ്നൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കുന്നുംപുറം ഉണ്ട് കേട്ടോ. നമ്മളെ ഏരിയയിൽ 2 കുന്നുംപുറം ഉണ്ട്. ഇവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിരിക്കണം. ഇവിടുന്ന് ആ മണ്ണ് ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒഴിഞ്ഞല്ല, പൈസ കൊടുത്ത് വാങ്ങിയതാക്കാരും. എന്തായാലും നല്ല ചുവന്ന മണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ കണ്ടങ്ങളെ കട്ട വെച്ച് മണ്ണിട്ട് ചേർത്തുന്ന വാളിൻ്റെ പണികൾ തരാൻ തുടങ്ങിയിട്ടില്ല. മണ്ണ് കുറേ കൊണ്ടുവന്ന് തട്ടിയിരിക്കണം. ഇവിടുന്ന് ആ മണ്ണ് കിട്ടിയിരിക്കണം. അപ്പോൾ മഴക്കാലം ആണിന് മുമ്പ്
3 മാസം കൂടി കഴിഞ്ഞപ്പോൾ മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. അപ്പോൾ ഇതിന് മണ്ണ് മാക്സിമം സ്റ്റോർ ചെയ്ത് കൊണ്ടുവരാനുള്ള പണിയാണ് തോന്നുന്നു. ഇതാണ് കുന്നുംപുറം ജംഗ്ഷൻ. ഇവിടെയും ഒരു വർഷത്തിന് ശേഷം കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് വെച്ചാൽ കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ല. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മണ്ണ് കൊണ്ടുവന്ന് തട്ടിയ സ്ഥലം. കുറേ മണ്ണ് അല്ല, ഇത് നേരത്തെ കണ്ട സ്ഥലമല്ല കേട്ടോ. കുറച്ച് സ്ഥലത്തൊക്കെ ഇതേപോലെ മണ്ണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ കട്ട വെക്കുന്ന പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. മണ്ണ് കിട്ടിയെന്നുണ്ടെങ്കിൽ കട്ട വെച്ച്, അതായത് നമ്മൾ ആറി ബ്രിക്ക് ഉണ്ടല്ലോ, അത് വെച്ച് വാള് ചെയ്യാൻ അധികം താമസം ഉണ്ടാവില്ല. നല്ല പണിക്കാരാണെന്നുണ്ടെങ്കിൽ, പണിക്കാരെ കുറേ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ ഒരു പണി പെട്ടെന്ന് തീരും. ഇവിടെ കുറച്ച് സ്ഥലത്ത് DBM ഒക്കെ കഴിഞ്ഞ് ബിറ്റുമിൻ ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇവിടെ ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് സൈഡിലാരോ, ഇടത്തെ സൈഡിൽ കേട്ടോ. ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴുള്ള ഇടത്തെ സൈഡിൽ 3 വരിയിൽ ഇവിടെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ട് പണിക്കാരിങ്ങനെ പൊടി പാറിച്ച് നടക്കുന്നുണ്ട്. അതാണിപ്പോൾ ഇവിടെ കാര്യമായിട്ടുള്ള കുറച്ചൊരു മാറ്റം. അതായത് ചേരനല്ലൂർ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, ആ ഒരു പള്ളി വരെ ഇതങ്ങനെ ഈ ഒരു മെയിൻ ഹൈവേയുടെ പണി ഇതങ്ങനെ ഈ ഒരു കോലമായിട്ടുണ്ട്. സർവീസ് റോഡിലൂടെയാണ് ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകുന്നത്. ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഈ ഒരു അതിനത്രല്ല, ഒരു 800 മീറ്ററേ ഉള്ളൂ. ഒരു 3 വരിയിലൂടെയാണ് പോകുന്നത്. കാര്യമായിട്ടുള്ള പുരോഗതിയാണോ എന്ന് ചോദിച്ചാൽ ഒരു 5 മാസം മുമ്പ് പോയപ്പോൾ ഇതേപോലെയാണ് എന്ന് തോന്നുന്നു. ഏതായാലും മറന്നു പോയിട്ടുണ്ട്. നോമ്പ് തലയിൽ കയറിയതുകൊണ്ട് പല സ്ഥാനങ്ങളും ഇങ്ങനെ മറന്നു. അതുപോട്ടെ, ഒരുപാട് സുഹൃത്തുക്കൾ നിരന്തരം മെസ്സേജ് അയച്ചും അതേപോലെ കമൻറ്റ് ബോക്സിലും പിന്നെ റീലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബ്രോ എന്നാണ് നമുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ഒരു ഹൈവേയിലൂടെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. സുഹൃത്തുക്കൾ, ഇതൊക്കെയാണ് അവസ്ഥ. ഇതൊക്കെ തീർന്നു കിട്ടണമെന്നുണ്ടെങ്കിലേ കുറച്ച് പണിയുണ്ട്. നമ്മളിപ്പോൾ ഇടപ്പള്ളി ROBയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇടപ്പള്ളി ROBയിൽ ഈ ഒരു ബൗസ്റ്റിംഗ് റെയിൽവേ ട്രാക്കിന് മുകളിൽ എടുത്തു വെക്കുന്ന പണികൾ ബാക്കിയുണ്ട്. ട്രാക്കിന് അപ്പുറത്തും ഇപ്പുറത്തും കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബൗസ്റ്റിംഗ് എടുത്തു വെക്കണം. ഇത് നമ്മളെ കുറ്റിപ്പുറത്തിൻ്റെ അത്ര അല്ല, കുറ്റിപ്പുറത്ത് ആ ഒരു പ്ലാറ്റ്ഫോമും കാര്യമുള്ളതുകൊണ്ടാണ് അത്ര നീളം കൂടിയത് കേട്ടോ. 64 മീറ്റർ അങ്ങനെ ആയതാണ്. മറ്റേ നമുക്ക് 40-45 മീറ്ററിലൊക്കെ ഇത് കിട്ടും, 50-55 മീറ്ററിലൊക്കെ സാധനം കിട്ടും. കുറ്റിപ്പുറത്ത് ആ ഒരു 2 പ്ലാറ്റ്ഫോമും കഴിഞ്ഞ് പോയതുകൊണ്ടാണ് അത്രയും ഇത് കിട്ടിയത്. ഇതാണ് ഇടപ്പള്ളിയിലെ 1ാമത്തെ അണ്ടർപാസിൽ അതേപോലെ. പക്ഷേ ഈ ഒരു സൈഡിൽ കുറച്ച് പുല്ല് മുളച്ചിട്ടുണ്ട് എന്നല്ലാതെ മണ്ണിട്ടേർന്ന പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ അന്നേ ഉള്ളതല്ലേ. ഈ റീച്ചിലേക്കൊക്കെ ആദ്യം വന്ന സമയത്ത് ഞാനൊക്കെ വിചാരിച്ചൊരു നല്ല വേഗത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ദേശീയപാതയുടെ പണികൾ നടക്കുന്നത്. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ നല്ല വേഗത്തിലായിരുന്നു നടന്നിരുന്നത്. ഓക്കെയാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ തൃശ്ശൂർക്ക് ഇങ്ങോട്ട് വരുമ്പോൾ തൃശ്ശൂർ ഒറ്റ മോശമായിരുന്നു ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് വരെ. പിന്നെ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് ഈ ഒരു എറണാകുളം ജില്ലയിലേക്ക് എത്തുമ്പോൾ ഓറിയൻ്റൽ കമ്പനി ഇവിടെ ഡ്രെയിനേജിൻ്റെ പണികളും അണ്ടർപാസിൻ്റെ പണികളൊക്കെ തകൃതിയിൽ നടക്കുകയാണല്ലോ, നല്ല ഉഷാറായിട്ട് പണി നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് തീരും എന്ന് ഞാനൊക്കെ അന്ന് ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. പിന്നല്ല മനസ്സിലായത് ഇവിടെയാണ് പറ്റേ മോശമായിട്ട് ഇപ്പോൾ പണി നടക്കണം. അതേപോലെ വടകര എൻ്റെ അമ്മോ, വടകര ആ വാഗാട് കമ്പനി മെഷീനും അതേപോലെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ലോറികളൊക്കെ ഇങ്ങോട്ട് എത്തിച്ചപ്പോൾ മാധ്യമങ്ങളൊക്കെ ഇതാ ദേശീയപാതയുടെ പണികൾ തകൃതിയിൽ, മെഷീനറീസും ലോറികളും ട്രെയിനിൽ ഇതാ ക്രെയിനുകളിലൊക്കെ വരുന്നു എന്നൊക്കെ പറയാനായിട്ട് തകൃതിയിൽ കൊടുത്തു. അതൊക്കെ എടുക്കണ കിണ്ടിയും വെള്ളം എന്ന് പറഞ്ഞ മാതിരി അവിടെ നേടുന്നത്. എന്നാൽ ഒരു ഇതുമില്ലാതെ സൈലൻ്റായിട്ട് പണി ചെയ്തോല് ഉഷാറായിട്ട് പണി ചെയ്ത് പോവുകയും ചെയ്തു. ഒരു മാറ്റമില്ല സുഹൃത്തുക്കളെ. ഇടപ്പള്ളി ഭാഗത്തൊന്നും എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനോട് അടുത്തായി നമ്മൾ ഈ ഒരു ഭാഗത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാര്യമായിട്ട് ഒരു പുരോഗതി ഇല്ല. പിന്നെ എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഏതായാലും ഒരു വൈക്കണ്ട് ഇറങ്ങുകയാണ്. അപ്പോൾ യാത്രാ ചെലവിനുള്ള പൈസയെങ്കിലും കിട്ടിക്കോട്ടെ എന്നുള്ള നിലക്കാണ്. പിന്നെ ഈ ഇടപ്പള്ളിയിലുള്ള ദേശീയപാതയുടെ പണികൾ, എറണാകുളം ജില്ലയിലെ ദേശീയപാതയുടെ പണികൾ എന്തായി എന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇപ്പോൾ കാണാപ്പാടായിട്ടുണ്ടാവും. ഈ മെട്രോക്ക് മുകളിലൂടെ പാലം നിർമ്മിക്കുന്നതിന് പകരം 2 അണ്ടർപാസുകളാണ് നിർമ്മിക്കുന്നത്. ലുലു ഹെഡ് ഓഫീസിൻ്റെ ഈ ഒരു ഭാഗത്തും അണ്ടർപാസിൻ്റെ പണി അങ്ങനെ ഏകദേശം ഒരു 1.5 കൊല്ലമായി ഇപ്പോൾ അണ്ടർപാസിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ട്. പിന്നെ കട്ട വെച്ച് മണ്ണിട്ടേർത്തുന്ന പണികൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ അപ്പുറത്തും അതേപോലെ അണ്ടർപാസിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഡ്രെയിനേജിൻ്റെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഇപ്പോൾ കഴിഞ്ഞിട്ട് കാര്യമായിട്ട് മറ്റുള്ള പണികൾ, അതായത് ഇപ്പോൾ നമ്മളെ ഈ 66 ഉണ്ടല്ലോ, ഇടപ്പള്ളി ജംഗ്ഷനിൽ അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു റോഡ് ബ്ലോക്ക് ചെയ്ത് കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പണികളോ അതേപോലെ വാള് കെട്ടുന്ന പണികളോ ഒന്നും നടന്നിട്ടില്ല. മഴക്കാലത്ത് ഈ ഒരു ഭാഗമൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. 2 അണ്ടർപാസ്, മറ്റേ അണ്ടർപാസ് ഒബ്രോൺ മാളിൻ്റെ ആ ഭാഗത്തുള്ള അണ്ടർപാസിനും വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ലുലുവിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള അണ്ടർപാസ് ഉണ്ടല്ലോ, അണ്ടർപാസിൻ്റെ അവിടെ പ്രശ്നം ഉണ്ടാവില്ല, സർവീസ് റോഡിലും പ്രശ്നം ഉണ്ടാവില്ല. കേട്ടോലിട്ടോ, സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ്. മണ്ണിട്ട് ഇറത്തിയിട്ട് ഇങ്ങനെ താന്ന് തരുമ്പോൾ മെയിൻ ഹൈവേ കുറച്ച് പൊന്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മെയിൻ ഹൈവേയിൽ ചിലപ്പം വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. സർവീസ് റോഡ് പൊന്തിയതുകൊണ്ട് സർവീസ് റോഡിൽ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ പരിസരത്തുള്ള കടകളിലേക്കും അതേപോലെ
ഡ്രൈനേജൊക്കെ ഫുള്ളായിക്കാന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. ഇടപ്പള്ളി ഭാഗട്ടോ, ഇടപ്പള്ളി വേറെ ലെവലിനായിരിക്കും പണി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഡ്രൈനേജ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കുളം അല്ലെങ്കിൽ തടാകമൊക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. മെയിൻ ഹൈവേയിൽ എല്ലാ ഭാഗത്തും വെള്ളക്കെട്ടുണ്ടാവില്ല, ചില സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ദേശീയപാത 66 കേരളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്കുള്ള സ്ഥലമാട്ടെ ഇടപ്പള്ളി ജംഗ്ഷനിൽ രണ്ട് അണ്ടർപാസ് ഉണ്ടാക്കുമ്പോൾ മെയിൻ ഹൈവേയിലൂടെ, അതായത് 6 വരിപ്പാതയിലൂടെ NH66 പോകുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ സർവീസ് റോഡിലൂടെ ടേൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ, ഓര് കുറച്ചൊന്നൊരു 3 മാസത്തോളം ഒന്ന് ഇടങ്ങേറാവും. ഒന്ന് ചേലും കോലായി വരാൻ കുറച്ച് സമയമെടുക്കും. കാരണം ടേൺ അണ്ടർപാസ് എന്ന് പറഞ്ഞാൽ 150, 200, ഒരു 300 മീറ്റർ ഉണ്ടാവും. 300 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ ആദ്യമുള്ള ജംഗ്ഷനിൽ. ഇപ്പോൾ 300 മീറ്റർ ഒന്നല്ല, ഒരു 400 മീറ്റർ ഉണ്ടാകും എന്തായാലും. ഇതാണ് രണ്ടാമത്തെ അണ്ടർപാസ്. ഒബ്രോൺ മാളിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ അണ്ടർപാസിൽ നിന്ന് സാധാ ഒരു ഹൈവേ ഉണ്ടല്ലോ, അതായത് ഇപ്പോഴത്തെ 4 വരി ഹൈവേയിലേക്ക് ലാൻഡ് ചെയ്യുന്നത് അവിടെ കേട്ടോ. അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയ സ്ലോപ്പായിട്ട് ഇങ്ങനെ പോകും. അണ്ടർപാസിൻ്റെ ഭാഗം ഉള്ളതുപോലെ ഒരു അപ്രോച്ച് റോഡ് പോലെ ഇങ്ങനെ സ്ലോപ്പായിട്ട് പോകും. അവിടെയാണ് ഈ ഭാഗത്താണ് ഈ നമ്മളെ 6 വരി ഓറിയൻ്റലിൻ്റെ റീച്ച് അവസാനിക്കുന്നത് കേട്ടോ. ഇവിടെ ഡ്രെയിനേജിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇതിന് കുറച്ച് കാലം മുമ്പ് വരെ. ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ പണികളൊന്നുമില്ല. നടുവിലുള്ള മരങ്ങൾ മുറിക്കാനുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. നീരു ഹൈവേ ഇടപ്പള്ളി മുതൽ അരൂർ വരെ എലിവേറ്റഡ് ഹൈവേ വരാൻ വേണ്ടി പോകുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള എലിവേറ്റഡ് ഹൈവേ ആയി മാറാൻ പോവുകയാണ്. തുറവൂർ മുതൽ ഇടപ്പള്ളി വരെയുള്ള ഒരു 6 വരി പാത കേട്ടോ. അതിന് ഈ മരങ്ങൾ മുറിക്കാനുണ്ട്, സൈഡിലുള്ള മരങ്ങൾ മുറിക്കാനുണ്ട്. ഈ റോഡ് ബ്ലോക്ക് ചെയ്യണം. അതിൻ്റെ DPRും കാര്യങ്ങളൊക്കെ തയ്യാറായിക്കണമെന്ന് തോന്നുന്നു. ഏതായാലും ആ ഒരു ഹെവി പ്രോജക്റ്റും കേരളത്തിലേക്ക് വരുന്നതും കാത്തിരിക്കാൻ നമുക്ക്. അതിൻ്റെ പണി തുടങ്ങിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടോട്ടെ. ഇടപ്പള്ളി മുതൽ വൈറ്റില വരെയൊക്കെ നല്ല അടിപൊളിയാകും. പൊടി, മണ്ണും, ചളി, പിളി, നായാട്ട്. പക്ഷേ നമ്മുടെ അശോക ബിൽഡിക്കോൺ അരൂർ തുറവൂറിൽ നല്ല വേഗത്തിലാട്ടോ പണികൾ നടക്കണേ. ഫുൾ ഗാഡർ വെച്ചു അതിൻ്റെ മേലെ. അവിടെ നല്ല ഉഷാറായിട്ട് പണി നടക്കുന്നുണ്ട്. പണി ഉഷാറായിട്ട് നടക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ പ്രദേശത്തുള്ള ആളുകൾ സഹിക്കുന്നുണ്ടാക്കും. ഏതായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഈ ഭാഗത്തെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കേണ്ടി. ഏതായാലും തെക്ക് ഭാഗം ഫുള്ളാക്കിയിട്ട് അഞ്ച് മടക്കം ഉണ്ടാകുള്ളൂ എന്ന് തോന്നുന്നു. കാര്യമായിട്ട് മാറ്റമുള്ള സ്ഥലത്തെ വീഡിയോകളൊക്കെ ചെയ്യാം. ഏതായാലും ഒരു വൈക്ക് പോയാലും അതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്സ്. യു അഗെയിൻ. ജയ് ഹിന്ദ്.